മദീനയിലെ ഇമാം ഞാൻ നേരത്തെ പറഞ്ഞ ഷെയ്ഖ് സാലിഹ് അൽ മഖാമിസി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണ്. അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? സുന്നികൾ, ഷിഈ വിശ്വാസക്കാർ, പിന്നെ അതുകൂടാതെ ഇസ്മായിലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഷിഈ വിഭാഗത്തിലെ ഒരു വിഭാഗമാണെന്നാണ് പറയുന്നത്, നമ്മൾ ഈ അഖാഖാൻ എന്നൊക്കെ പറയുന്നത് പോലെ. പിന്നെ അബാലിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഒമാനിലെ കാണുന്ന ഒരു സവിശേഷമായ വിഭാഗത്തിൽ വരുന്ന, ഒമാനിലൊക്കെ കാണാറുള്ള വിഭാഗമാണ്. ഇവരെല്ലാവരും അള്ളാഹു റബ്ബാണെന്നും പ്രവാചകൻ ആണ് അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും കഅബയെ കിബിലയായി അംഗീകരിക്കുന്നവരും ഖുർആനിൻ്റെയും പരലോകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ വിശ്വാസം പുലർത്തുന്ന, ചേർന്ന് പോകേണ്ട ധാരകളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അഹ്ലുസുന്നയുടെ വൃത്തത്തിലേക്ക് ഇങ്ങനെ അനിൽ മുഹമ്മദ് ഇങ്ങനെ അവരെയൊക്കെ കൊണ്ടുവന്ന്, ഷിയാക്കളെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ്. പറഞ്ഞത് മദീനയിലെ പണ്ഡിതൻ, അതേ മദീനയിലെ പണ്ഡിതൻ തന്നെ ഇനി പറയുന്നത് നിങ്ങൾ കേട്ടോ. مسألة دولية لم يعد حظ السنة فيها هو الحظ الأكبر، وإنما سيتقاسم الشيعة الحظ في الحرمين مثل الحظ في مثل حظ أهل السنة، فيصبح ينادى في الحرمين بلعن أبي بكر وعمر والبراءة منهما وأنهما الجبت والطاغوت، وهذا لا يمكن أن يقبله مسلم. إذن المملكة العربية السعودية اليوم بحماها للحرمين وعدم تمكينها من الوصول من إيران. എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഹൂത്തികളെ പോലെയുള്ള ഗ്രൂപ്പുകളെ ഇറക്കി വിട്ട് അവിടെ അക്രമങ്ങളും അതുപോലെ തന്നെ യുദ്ധങ്ങളും ഒക്കെ നടത്തി ഹറമിന്റെ ഒക്കെ അധികാരം പിടിച്ചെടുക്കണമെന്നാണ്. അതുപോലെ തന്നെ ഹറമുകളുടെ മിമ്പറുകളിൽ വെച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും ശപിക്കണമെന്നും വിഗ്രഹങ്ങളായി പരിചയപ്പെടുത്തണം, ജിത്തും താവൂത്തും ഒക്കെ ആയി പരിചയപ്പെടുത്തണമെന്നും അതുപോലെ തന്നെ അവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. يكاد بعضهم ينزل آل بيت رسول الله صلى الله عليه وسلم منزلة الله جل وعلا، يقول قائلهم إن لله وإنا إليه راجعون هي مثل إن للحسين وإنا إليه راجعون. إذن تستغل المذهب الشيعي جعل مطية حتى ما يبث. അദ്ദേഹം പിന്നെ തുടർന്ന് പറയുന്ന ഷിയാക്കളുടെ വാദമായിക്കൊണ്ട് എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുടുംബത്തെ അല്ലാഹുവിലേക്ക് ഉയർത്തുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നെടുക്കെ ഇന്നാ ലിൽ ഹുസൈൻ വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാക്കുകയാണ്. അതായത് ഞങ്ങൾ ഹുസൈനിലേക്ക് മടങ്ങുന്നു എന്ന രീതിയിലേക്ക്. ഇതൊക്കെ നമ്മുടെ ഈ അനിൽ മുഹമ്മദ് അംഗീകരിക്കുന്നതാണോ? എങ്കിലൊന്ന് പറയണം. അനിൽ മുഹമ്മദിന്റെ ആളുകൾ അംഗീകരിക്കുന്നതാണോ? എങ്കിലൊന്നൊക്കെ പറയണം. نحتاج الآن يعني إلى ذكر قرائن تثبت أنهم لا يريدون بالمسلمين خيرا، فقد تسلطوا على العراق بعد سقوط حكم صدام. صحيح أن الذين يحكمون في العراق خاصة في بعد سقوطه في الواجهة هم عرب عراقيون، لكن القرار إنما يصدر من طهران ولا يمكن يعني نفي هذا، خاصة في الحكومات الأول مثل حكومة المالكي وغيره. وقد لقي أهل السنة في العراق أشد العذاب من الشيعة من فيلق القدس ومن غيره من الألوية والميليشيات التي تتبع العراق وتتبع إيران، وهؤلاء يضروا بالمسلمين كثيرا. എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇവിടെ ഷിയാക്കൾ മുസ്ലിങ്ങൾക്ക് അഹ്ലുസുന്നക്ക് ഒരു ഉപകാരവും ഉദ്ദേശിക്കുന്നില്ല. മാത്രവുമല്ല, ഇറാഖിലെ അഹ്ലുസുന്നയുടെ മക്കളെ ക്രൂരമായി പീഡിപ്പിച്ചവരാണ്, നിരവധി അഹ്ലുസുന്നയുടെ മക്കളെ കൊന്നവരാണ്. മാത്രവുമല്ല, അവിടെ നിന്ന് അഹ്ലുസുന്നയെ പൂർണ്ണമായും നീക്കം ചെയ്ത് ഇബാദത്ത് നടത്തി അവിടെ ഷിയാക്കളുടെ പതാക സ്ഥാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഉദ്ദേശിക്കുന്നവരാണ് ഇവരെയാണ് വലിയ ഹോജരാജാക്കന്മാരായി, മുസ്ലിങ്ങളുടെ നേതാക്കന്മാരായി അനിൽ മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ വാഴ്ത്തപ്പെടുന്നത്.